പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് 5000+ ഫാക്ട്സിലെ ഒരു ക്ലാസ്സാണ്. ഈ ഒരു 5000+ ഫാക്ട്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ കൊണ്ടുവരുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സുകൾ കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ 5000 ഫാക്ട്സ് ആദ്യമായിട്ട് കാണുന്നു, എന്നാൽ ഈ സംഭവം കൊള്ളാം എന്ന് തോന്നി ഇതിൻ്റെ മുമ്പിലത്തെ ക്ലാസ്സുകളെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് മുഴുവൻ ക്ലാസ്സുകളും കാണാൻ കഴിയും. ഹാജാസ് ക്ലാസ്സസിൻ്റെ നിലവിലെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതിനുശേഷം നിങ്ങൾ ക്ലാസ് കണ്ടു തുടങ്ങുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 1741 കുളച്ചൽ യുദ്ധം നടന്നത്. 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് കുളച്ചൽ യുദ്ധം നടന്നത്. 1741 1741 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് കുളച്ചൽ യുദ്ധം നടന്നത്. മറന്നു പോകരുത്. ഹോർത്തുസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ഏതാണ്? ഹോർത്തുസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിൻ ഭാഷയാണ്. ലാറ്റിൻ ഭാഷ. അടുത്തത്, തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ രചയിതാവ് ഷെയ്ഖ് സൈനുദ്ദീനാണ്. ഷെയ്ഖ് സൈനുദ്ദീനാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി എഴുതിയത്. അടുത്ത ചോദ്യം, ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യം ഏതാണ്? അതാണ് ഫത്ഹുൽ മുബീൻ. ഏതാണ്? ഫത്ഹുൽ മുബീൻ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം മറന്നുപോകില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ. 1741 ഓഗസ്റ്റ് 10. ഹോർത്തുസ് മലബാറിക്കസ് രചിക്കപ്പെട്ട ഭാഷ ലാറ്റിൻ ഭാഷയാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി എഴുതിയത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീനാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യത്തിൻ്റെ പേരാണ് ഫത്ഹുൽ മുബീൻ. ക്ലിയർ അല്ലേ? 4 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിലൂടെ പഠിച്ചത്. നമുക്ക് 5-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ 1-ാം നിയമസഭ നിലവിൽ വന്ന വർഷം. ചോദ്യം ക്ലിയർ ആണ്. കേരളത്തിൽ 1-ാം നിയമസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ 1. കേരളത്തിൽ 1-ാം നിയമസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ 1. റുപ്യ എന്ന വെള്ളി നാണയം പുറത്തിറക്കിയ ഭരണാധികാരിയാണ് ഷേർഷാ. റുപ്യ എന്ന വെള്ളി നാണയം പുറത്തിറക്കിയ ഭരണാധികാരിയാണ് ഷേർഷാ. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ്. റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? 1919 മാർച്ച് 10-ാം തീയതി. റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് 1919 മാർച്ച് 10-ന്. കാലാവധി പൂർത്തിയാക്കാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതിയാണ് 5-ാമത്തെ പഞ്ചവത്സര പദ്ധതി. കേരളത്തിൽ 1-ാം നിയമസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ 1. റുപ്യ എന്ന വെള്ളി നാണയം പുറത്തിറക്കിയ ഭരണാധികാരി ആരാണ്? ഉത്തരം ഷേർഷാ. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുന്ന സമയത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് 1919 മാർച്ച് 10-നാണ്. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 5-ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 1-ാം നിയമസഭ നിലവിൽ വന്ന വർഷം, റുപ്യ എന്ന വെള്ളി നാണയം പുറത്തിറക്കിയ ഭരണാധികാരി, പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റൗലറ്റ് ആക്ട് നിയമം നിലവിൽ വന്നത് 1919 മാർച്ച് 10-നാണ്. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് 5-ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഈ സ്ലൈഡിലെയും കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചു. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഉത്തരം രാജീവ് ഗാന്ധിയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1/7/8/9 1789 ജൂൺ മാസം 20-ാം തീയതിയാണ്. ഫ്രഞ്ച് വിപ്ലവം 1789
ജൂൺ മാസം 20-ാം തീയതിയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. 1941 അറ്റ്ലാന്റിക് ചാർട്ടർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാതയാണ് പാലക്കാട് ചുരം. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത ഏതാന്ന് ചോദിച്ചാൽ പാലക്കാട് ചുരം. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവാണ് രാജീവ് ഗാന്ധി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ജൂൺ 20, 1789. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. 1941. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാതയാണ് പാലക്കാട് ചുരം. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രാമത്തേതാണ്? ആർട്ടിക്കിൾ 51A. ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 52ാമത്തെ ഭരണഘടനാ ഭേദഗതി. കൂറുമാറ്റ വിരുദ്ധം. ഓക്കെ. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1993 ഏപ്രിൽ മാസം 24-നാണ് 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം മലയവിലാസം ആണ്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രാമത്തേതാണ്? ആർട്ടിക്കിൾ 51A. ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 52ാമത്തെ ഭരണഘടനാ ഭേദഗതി. 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1993 ഏപ്രിൽ 24. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. അടുത്ത ചോദ്യത്തിലേക്ക്. അതിനു മുമ്പായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ, അതായത് റംസാൻ പ്രമാണിച്ച് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ ബാച്ച് 1 അല്ല 3 എണ്ണം. അതിലൊന്ന് ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ്സാണ്. നമ്മുടെ റിയാസ് സാറിൻ്റെ ക്ലാസ്സാണ്. റിയാസ് സാറ് വളരെ പ്രഗത്ഭനായ ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇംഗ്ലീഷ് സൈക്കോളജിയുമാണ് നമ്മുടെ ആപ്പിനകത്ത് കൈകാര്യം ചെയ്യുന്നത് പുള്ളി. അതിനകത്ത് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളാണ്. ഇപ്പോൾ അതിനകത്തൊരു 5 ടോപ്പിക്കാണ് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഫെബ്രുവരിയിലാണ് എൻ്റെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഈ 2026 ഫെബ്രുവരി. പഴയ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, ഹക്കീം സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഡിസ്കാർഡ് ചെയ്തിട്ട് റിയാസ് സാർ ഒന്നേന്ന് ആ ടോപ്പിക് എല്ലാം എടുക്കുകയാണ്. കാരണം ഏറ്റവും റീസെൻ്റായി നടന്ന പരീക്ഷകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ക്ലാസ്സുകൾ എടുക്കുന്നത്. അങ്ങനെ ഒരു ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നമ്മൾ തയ്യാറാക്കി. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു കുട്ടിയിൽ നിന്നും ഒരു 1000 രൂപയെങ്കിലും ഫീസ് വാങ്ങാതെ അത് കുട്ടികളിലേക്ക് തരാൻ കഴിയില്ല എന്നിരിക്കുകയാണ് നമ്മുടെ ചെറിയ പെരുന്നാൾ വന്നത്. ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായി അത് നമ്മളൊരു ഓഫർ 499 രൂപയ്ക്ക് അത് ഓഫർ ഇട്ടു. അപ്പോൾ അതിൻ്റെ ഓഫർ ഒരു 5 ദിവസവും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് മുതൽ 5 ദിവസവും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷിൻ്റെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വരെ പറ്റുന്ന ഡിഗ്രി, അതുപോലെ തന്നെ LDC, +2 ലെവല്, ഇങ്ങനെ മുഴുവൻ പരീക്ഷകൾക്കും ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും. റീസെൻ്റ് അതിനകത്ത് എന്താ പറയുക, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി ഒക്കെ കവർ ചെയ്ത്, ഗ്രാമർ, വൊക്കാബുലറി, പ്രീവിയസ് ക്വസ്റ്റ്യൻ, എവറിത്തിങ് അതിനകത്തുണ്ടാവും. അതിന് 499 രൂപയേ ഉള്ളൂ. അതേപോലെ മാത്സിൻ്റെ ക്ലാസ്സും, മാത്സ് ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും അതും 499 രൂപയാണ്. സെപ്പറേറ്റ് ബാച്ചായിട്ട് നമ്മൾ 2 പുതിയ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അതിനകത്ത് വേറൊരു ക്ലാസ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ്? മാത്സ്, ഇംഗ്ലീഷ്, സയൻസ്. അതും പുതിയ ക്ലാസ്സുകളാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ആധാരമാക്കിയുള്ള ക്ലാസ്സുകളാണ് സയൻസിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് നല്ലൊരു ഓഫറാണ്. 3000 കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വെറും 999 മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ഫീസ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ഒരു അസറ്റ് ആയിരിക്കും ആ ക്ലാസ്. അപ്പോൾ നമുക്ക് അത് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസത്തിലാണ് മ്യൂണിക് ഉടമ്പടി നടന്നത്. 1938 സെപ്റ്റംബറിലാണ് മ്യൂണിക് ഉടമ്പടിയുടെ വർഷം. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ്. സെക്രട്ടറിയാണ് ചോദ്യം. അപ്പോൾ SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ്. അടുത്തത്, 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയ മലയാളിയാണ് രാജ്, അതായത് KN രാജ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. അത് നീതി ആയോഗാണ്. അപ്പോൾ മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം ചോദിച്ചാൽ 1938 സെപ്റ്റംബർ. ഉത്തരം. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയ മലയാളിയാണ്
KN രാജ്, ഇത് നമ്മൾ പറഞ്ഞു. അടുത്തത് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം, അത് നീതി ആയോഗ് ആണ് എന്ന്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ക്ലിയർ ആണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356. സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നമ്പർ 356 ആണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. നമ്മുടെ PYQ എന്ന് പറഞ്ഞ വേറൊരു ബാച്ച് ഉണ്ട് കേട്ടോ, അതിനകത്ത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, രാജ്യസമാചാരത്തെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും. നോക്കൂ, കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് മെഷീൻ പരീക്ഷിച്ചത്? ഉത്തരം പറവൂര്. അപ്പോൾ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്തത് രണ്ടാമത്തത് സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഉത്തരം പറവൂര്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് കിട്ടുന്ന ഇന്ധനക്ഷമത, ഫ്യൂവൽ എഫിഷ്യൻസി കുറഞ്ഞ കൽക്കരിയുടെ പേരാണ് ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം നവംബർ പകുതിയിലാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ്ഡ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഉത്തരം നിങ്ങൾക്ക് കിട്ടി, ദാദാഭായി നവറോജി. അപ്പോൾ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയുടെ പേരാണ് ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം എന്ന് പറയുന്നത് നവംബർ മധ്യമാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ്ഡ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ദാദാഭായി നവറോജിയുടേതാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്. ഉത്തരം ഫസൽ അലിയാണ്. അടുത്തത് ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീനപരമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടനായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയുടെ പേരാണ് ആനി ബെസന്റ്. ഈ സ്ലൈഡിൽ കാണുന്ന 3 ചോദ്യങ്ങളും ഒരു 10 തവണയിൽ കൂടുതൽ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീനപരമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടനായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയുടെ പേര് ചോദിച്ചാൽ ഉത്തരം ആനി ബെസന്റ് എന്നാണ്. അടുത്ത ചോദ്യം: ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ ബഹുമാനത്തോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് ആണ് ബാലഗംഗാധര തിലകൻ. ലോകമാന്യ, ഇതും PSCയുടെ ആവർത്തന ചോദ്യമാണ്. നിങ്ങൾക്ക് ഇതെങ്ങനെ തോന്നുന്നു ഈ സെഗ്മെന്റ്? ഇത് തുടരണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ, നിങ്ങൾ ഉത്തരം പറയണം. ഇന്ത്യയിൽ അത് കമന്റ് ചെയ്തിട്ടേ അടുത്ത ക്വസ്റ്റ്യൻ കാണാവൂ. ഈ ഇന്ത്യൻ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം എന്താണ്? അതിൻ്റെ ഉത്തരം
നീതി ആയോഗ് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നീതി ആയോഗ്. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ്? ഉത്തരം വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് ഉള്ളത്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ ബഹുമാനത്തോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാര് എന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാനിവിടെ കാണിക്കുകയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്തത് ഇതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉത്തരം അവനീന്ദ്രനാഥ് ടാഗോറാണ്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപമാണ് നീതി ആയോഗ്. തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിലാണ്. കേരളത്തില് സ്ഫടികമണൽ, അങ്ങനെ സ്ഫടികമണൽ കൊണ്ട് സമ്പന്നമായ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. അർജുന അവാർഡ് നേടുന്ന ആദ്യത്തെ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. കയ്യൂർ സമരം നടന്ന ജില്ല എവിടെയാണ്? ഉത്തരം കാസർഗോഡ് ജില്ലയിലാണ്. കണ്ണൂരിൽ നിന്ന് ആണ് നിങ്ങൾ എഴുതാൻ സാധ്യത. ഉത്തരം കാസർഗോഡാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം കുമാര ഗുരുദേവൻ. അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്ഫടികമണൽ കൊണ്ട് സമ്പുഷ്ടമായ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? സി ബാലകൃഷ്ണൻ. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ് ജില്ല. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരത്ത് വെങ്ങാനൂര്. പ്രിയമുള്ളവരെ, 5000+ ഫാക്ട്സിൻ്റെ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള സെഗ്മെൻറ്റ് ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് മൊത്തത്തിൽ അവസാനിക്കുന്നതല്ല, ഈ ഒരു സെഗ്മെൻറ്റ് ഇന്ന് ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ നമ്മുടെ മാസ്റ്റർ ക്ലാസ്സും അതേപോലെ തന്നെ സയൻസിൻ്റെ ക്ലാസ്സും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് വാല്യൂബിൾ ആയിട്ട് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. നമ്മൾ ഹാജാസ് ക്ലാസ്സസ് റീലോഡ് ചെയ്തിട്ടുണ്ട്. മാത്സിൻ്റെ ക്ലാസ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.